എഴുതി വെച്ചിട്ട് സാറിനെ ഒന്ന് കാണണേ. എത്ര പെർസെന്റ് നമ്പറാണോ വരിക? മാർക്ക് കഴിഞ്ഞിട്ട് ഒരു പെർസെൻറ്റൈൽ സ്കോർ എന്ന് പറഞ്ഞൊരു കോളമുണ്ട്. ഓക്കെ, ആ കോളത്തിലുള്ള അത് ഓക്കെ ഓക്കെ ചോദിച്ചിട്ട് വരാം. സർ ഗുഡ് ആഫ്റ്റർനൂൺ. സാറ് ഞാൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓടി. ഫാറ്റി ബോഡി അവിടെ എത്തുമ്പോഴത്തേക്ക് ശരിക്കും അത് ചെയ്യും. എൻ്റെ ഒരു കസിന് വേണ്ടിയിട്ടാണ്. ഐ മീൻ കസിൻ്റെ ഡോക്ടറാണ്. ജനറലാണ്. ഇല്ല, 67 ആണോ 47 ആണോ 67 ആണോ അല്ലെങ്കിൽ യൂത്തേതല്ല. അവർ ടൂറിലുള്ളത് 67 ആണെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞ 47 67 ആൾ ടൂറിലുള്ളത്. എനിക്കാണ് ഈ നീറ്റിൻ്റെ കൺസെപ്റ്റ് വലിയ ഐഡിയ ഇല്ല. എനിക്ക് ഇവിടെ വന്നപ്പോൾ അന്വേഷിച്ച് അവർ ഇങ്ങോട്ട് താമസം മാറുന്നുണ്ട്. 67 ആയിരിക്കും. ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞു. അത് തന്നെ 67 നീറ്റ് കയറാൻ പറ്റില്ല. എന്തെങ്കിലും ഇനി സ്കോപ്പ് നമ്മൾ ഇതിപ്പോൾ NRI മാത്രമേ പറ്റും. പക്ഷേ പ്രൊവൈഡ് ഇത് 50 അബവ് ആണ്. അത് അപ്പോൾ ഇത് അല്ല, ഇത് NRI പറ്റുമെന്നാണ് അളി അന്വേഷിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത് 67 ആയിരിക്കും. എത്ര വരും സാർ? എങ്ങനെയാണ് ഫീസ് പേയ്മെൻറ്റ് എങ്ങനെയാണ്? അതുപോലെ നമ്മൾ സിംഗിൾ ടൈം പേയ്മെൻറ്റ് എത്ര ചെയ്യേണ്ടത്? 70 × 6 × 5 70 + 6 × 5 ഫസ്റ്റ് ഇയർ 76 + 1.17. ഓ 1.17 വോണ്ട് ടു പേ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ ചെയ്യണമല്ലേ? 76 lakhs + 1.17. ഇത് ക്യാഷ് ആയിട്ട് 77 lakh 1.7 ഫസ്റ്റ് ഇയർ 7.17 ഫസ്റ്റ് ഇയർ. ഓക്കെ. ഇത് അപ്പോൾ മറ്റുള്ളത് അതത് ഇയറിൽ പേ ചെയ്യുന്ന രീതിയിലല്ലേ? ഫസ്റ്റുള്ളത് ഇതും മറ്റത് ചേർത്തടയ്ക്കുക. പിന്നെ അതിൻ്റെ ഇത് ഓൺലൈനിൽ എങ്ങനെയാണ്? വെബ്സൈറ്റിൽ ഇതിൻ്റെ ഡാറ്റാസ് മാത്രം എൻട്രി ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. ഇത് എങ്ങനെയാണ് എപ്പോഴാണ് ക്ലോസ് ആകുന്നത്? ഏത് ഡേറ്റിന് മുന്നിലാണ്? 30%. അപ്പോൾ അതിനുള്ള നമ്മൾ വേണ്ട പേ ചെയ്തിട്ടുണ്ടല്ലേ? പേയ്മെൻ്റ് ഉള്ളത് പിന്നെ ഇനി ടോക്കൺ എമൗണ്ട് അങ്ങനെ എന്തെങ്കിലും മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വരണം. മാർക്കിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വന്നു. അതല്ല ഫീയുടെ കാര്യം ചോദിച്ചു. ബിക്കോസ് അത് മാർക്കിൻ്റെ ഡീറ്റെയിൽസ് കുഴപ്പമില്ല. ദേ വിൽ കം. യു വാണ്ട് അറേഞ്ച് ദ മണി. അതാണ് 30%-നുള്ളിൽ ചെയ്യണം. 10th-നുള്ളിൽ. ഓക്കെ സാർ. അപ്പോൾ നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ അടുത്ത് നാളെ ഉണ്ടാവില്ല. അങ്ങനെയാണെന്നെങ്കിൽ ഇന്നിപ്പോൾ നൈറ്റ് സ്റ്റാർട്ട്, നാളെ ഒരു ആഫ്റ്റർനൂൺ ഈ സമയമാകുമ്പോഴത്തേക്ക് വരാം. അപ്പോൾ അവിടെ ഫസ്റ്റ് അവിടെ ചേർക്കാന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ബാംഗ്ലൂർ തന്നെ അവിടെ സെറ്റിൽഡാണ് ഞങ്ങൾ. ആക്ച്വലി ഫാമിലി ഇവിടെ തളിപ്പറമ്പിലാണ്. അപ്പോൾ പെങ്ങക്കാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നം. അവളിവിടെ വീടൊക്കെ എടുത്തിട്ട് മാറുക. അപ്പോൾ 5 ഇയറിനുള്ളിൽ എന്തായാലും ഇവിടെ സെറ്റിലായേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തളിപ്പറമ്പ് അവിടെ ഫാമിലിയൊക്കെ അവിടെ തളിപ്പറമ്പ്. പക്ഷേ അവിടെ ഞാൻ 2005 മുതൽ അവിടെ സെറ്റിൽ.